പ്രധാനമന്ത്രിയുടെ റേഡിയോ പരിപാടിയായ മൻ കി ബാത്തിൽ വീണ്ടും ഒരു മലയാളിയെ കൂടി പരാമർശിച്ചിരിക്കുകയാണ് നരേന്ദ്രമോദി. അനേകം പേർക്ക് നീന്തൽ പരിശീലനം നൽകി ശ്രദ്ധ നേടിയ ആലുവ സ്വദേശി സജി വളാശ്ശേരിയാണ് ആ മലയാളി. സൗജന്യ നീന്തൽ പരിശീലനം നൽകുന്ന സജിയുടെ വേറിട്ട സാമൂഹ്യ സേവനമാണ് പ്രധാനമന്ത്രിയുടെ പ്രശംസയ്ക്ക് ഇടയാക്കിയത്. മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി ഒരു മലയാളിയുടെ പേര് ഇന്ന് പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. അത് ആലുവയിലെ സജി വളാശ്ശേരി എന്ന് പറയുന്ന വ്യക്തിയുടെയാണ്. എന്തുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന്റെ പേര് പരാമർശിച്ചത്? എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത? ഇതെല്ലാം നമുക്കൊന്ന് കണ്ടറിയാം. ഒഴുക്കിനെതിരെ നീന്തുക എന്നതേറെ പ്രയാസകരമാണ്, അതും ശക്തമായ അടിയൊഴുക്കുള്ള നദികളിൽ. കേരളത്തിലുടനീളം നടന്ന ബോട്ടപകടങ്ങളും മുങ്ങിമരണങ്ങളിലും സജി എന്ന ആലുവ സ്വദേശിയെ അസ്വസ്ഥനാക്കി. നീന്തൽ അറിയാത്തതിന്റെ പേരിൽ ആരുടെയും ജീവൻ നഷ്ടപ്പെടരുതെന്ന തോന്നലാണ് പെരിയാറിൽ സൗജന്യമായി നീന്തൽ പഠിപ്പിക്കാൻ സജിയെ പ്രേരിപ്പിച്ചത്. സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ആർക്കും വളാശ്ശേരി സ്വിമ്മിംഗ് ക്ലബിൽ നീന്തൽ പഠിക്കാം. പ്രായവും തടസ്സമല്ല. 1800-ലധികം ആളുകളാണ് സജിയുടെ ശിക്ഷണത്തിൽ നീന്തൽ പ്രഗത്ഭരായത്. സാമൂഹിക സേവനത്തിന്റെ വേറിട്ട മുഖമാണ് പ്രധാനമന്ത്രിയെ പോലും അത്ഭുതപ്പെടുത്തിയത്. സീനിയേഴ്സ് കുറച്ചു പേരും കൂടി ചേർന്ന് ഞങ്ങള് 400 പേരോളം ആലുവ പെരിയാർ 1 കിലോമീറ്ററോളം അങ്ങനെ ക്രോസ് ചെയ്ത് കയറുമ്പോഴാണ് ഈ മൻ കി ബാത്തില് പ്രധാനമന്ത്രി എന്നെക്കുറിച്ച് ഇവിടുത്തെ നീന്തലിനെ കുറിച്ചും പ്രശംസിച്ച കാര്യമൊക്കെ ഞാൻ അറിഞ്ഞത്. അപ്പോൾ അത് എന്നെ ഒരാൾ കൊണ്ടുവന്ന് കാണിച്ചു തന്നു. അപ്പോൾ അത് ഞാൻ ഒരു സാധാരണക്കാരായ ഞാൻ ഇവിടെ നീന്തൽ പഠിപ്പിക്കുന്നു, സൗജന്യമായിട്ട് തന്നെയാണ്. എന്നാലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോഡിജി ഇങ്ങനെ എന്നെ പരാമർശിച്ചത് എനിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയൊരു ബഹുമതിയായിട്ടാണ് ഞാൻ കണക്കൂട്ടുന്നത്. പരിശീലനം ആരംഭിച്ച് 16 വർഷത്തിനിടയിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സജിക്ക് സാധിച്ചു. ഒറ്റ ദിവസം കൊണ്ട് 912 ആളുകളാണ് ഇവിടെ നിന്ന് പരിശീലനം നേടിപ്പോകുന്നത്. 3 വയസ്സുകാരൻ മുതൽ 80 വയസ്സുള്ളവർ വരെ ഈ കൂട്ടത്തിൽ. 2026-ൽ 180 പേർ വേമ്പനാട് കായൽ നീന്തി കടന്നതും വലിയ നേട്ടമാണ്. ഇവിടെ അങ്ങനെ പ്രായ വ്യത്യാസമോ ലിംഗവ്യത്യാസമോ ഒന്നുമില്ല, എല്ലാവർക്കും പഠിക്കാം. 5 വയസ്സ് മുതൽ മുകളിലേക്ക് 70 വയസ്സ് വരെ നീന്തൽ പഠിച്ച ആൾക്കാരുണ്ട് ഇവിടെ. ഞാൻ 40-ാമത്തെ വയസ്സിലാണ് നീന്തൽ പഠിച്ചത്. ഇപ്പോൾ 46 വയസ്സായി. ഇവിടെ എല്ലാ കാര്യങ്ങളിലും ആക്റ്റീവായിട്ട് നിന്ന് ചെയ്യുന്നു. എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വൈഫും 2 കുട്ടികളും എൻ്റെ കസിൻസ് അടക്കം ഞങ്ങൾ 15 പേര് എൻ്റെ കുടുംബത്തിൽ നിന്ന് നീന്തൽ പഠിച്ച് ക്രോസ് ചെയ്തിട്ടുണ്ട്. മാസമായി. 5. ഇന്ന് ഇവരെല്ലാവരും 1 കിലോമീറ്റർ നീന്തിയതാണ്. ഇന്ന് ഈ ഫൈനലായിരുന്നു, ഈ വർഷത്തെ ഫൈനലായിരുന്നു. ഞങ്ങളൊരു മെഗാ ക്രോസിംഗ് നടത്തും. ഈ വർഷത്തെ നീന്തി കടന്ന് എല്ലാവരും ചേർന്നിട്ട് ഇപ്പൊ ഈ കുട്ടികളെല്ലാം 1 കിലോമീറ്റർ നീന്തി വന്നവരാണ് ഇവരെല്ലാവരും. മനുഷ്യൻ ഉൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ജന്മസിദ്ധമായി ലഭിക്കുന്ന കഴിവാണ് നീന്തൽ. ഒരു പ്രദേശത്തെ ജനതയെ മൊത്തം നീന്തൽ പ്രതിഭകളാക്കി മാറ്റുക എന്നത് നിസ്സാര കാര്യമല്ല. അവിടെയാണ് സജി വളാശ്ശേരിയുടെ വിജയവും. കൊച്ചിയിൽ നിന്നും ക്യാമറ പേഴ്സൺ അഭിഷേക് സുരേഷിനോടൊപ്പം ഇസ്സത്ത് സുൽഫിക്കർ, ന്യൂസ് മലയാളം.